Hello. It's your boy Sri. Wow. Rosemary കുറച്ച് വീട്ടിൽ വളർത്തുന്നുണ്ട് and smells nice. Smells really nice. So എന്തായാലും let's put that out of the way. ഞാൻ ഇന്ന് വീഡിയോ ഇട്ടേക്കുന്നതിന് സംഭവം എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടൊരു കോൺസെപ്റ്റ് എനിക്ക് തോന്നുന്നൊരു മാനിനെ സംബന്ധിച്ച് നെസസിറ്റിയാണ്. അറ്റ്ലീസ്റ്റ് ഞാനിപ്പോൾ ഒരു ബ്രോക്കിയാണ്. ഐ എം നോട്ട് എ മില്യനെയർ. ബ്രോക്കി എന്നല്ല, എൻ്റെ കയ്യിൽ കോടിക്കണക്കിന് രൂപയില്ല. കാരണം 20,000 45,000 രൂപയുടെയൊക്കെ പെർഫ്യൂം മേടിക്കാൻ. പക്ഷേ എന്നാൽ ഐ വോണ്ട് സ്മെൽ ഗ്രേറ്റ്. ഞാൻ ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോഴോ ഒരു മീറ്റിങ്ങിന് മുമ്പോ ഐ വോണ്ട് ക്രിയേറ്റ് ദാറ്റ് ഫസ്റ്റ് ഇംപ്രഷൻ. നിങ്ങൾ ഓരോ നോട്ട്സും ബാക്കിയിരിക്കുന്നതൊക്കെ കാണാം. എന്താ പറയുക, ഇഷ്ടം പോലെ പെർഫ്യൂംസ് ഉണ്ട് എൻ്റെ കയ്യിൽ. പക്ഷേ എൻ്റെ കയ്യിൽ ഒരു സാധനം, ഒരു ഫാക്ടറില്ല, ഒരു ഡെയിലി എവറിഡേ ഫ്രഷ് ചീപ്പി ഫ്രേഗ്രൻസ്. ആ ഒരു സാധനം എൻ്റെ കയ്യിലില്ല. എനിക്ക് ഡെയിലി ഉപയോഗിക്കണം, എവ്രി ഡേ എന്ന് പറഞ്ഞാൽ ഞാൻ നല്ലോണം ഉപയോഗിച്ച് അബ്യൂസ് ചെയ്യുന്നൊരു സാധനമായിരിക്കും. ആൻഡ് എന്താ പറയണം, ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ, കാരണം എൻ്റെ ബോട്ടിൽ വീണ്ടും മേടിക്കാനുള്ള. ആൻഡ് ഇറ്റ് ഹാസ് ടു ബി ഫ്രഷ്. അതേപോലെ ഒരു എന്താ പറയണ, ഒരു കോമൺ ഫാക്ടറും കാര്യങ്ങളൊക്കെ വേണം, ഒരു ലൈക്ലിനെസ് ടു എവ്രിബഡി. ഐ എം ടോക്കിംഗ് അബൌട്ട് പെർഫ്യൂമേഴ്സ് ചോയ്സ് ലിയോ നമ്പർ 11. ഈ സാധനം ഫോക്കസ് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും കിട്ടൂല, എന്തായാലും പിന്നെ കാണിച്ചു തരാം, അവസാനം കാണിച്ചു തരാൻ എങ്ങിട്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് പറയുമ്പം ദിസ് ഇസ് 100 ml പെർഫ്യൂം വിച്ച് ഐ ബോട്ട് ഫോർ 1000 rupees. നിങ്ങൾക്കിപ്പം ഓൺലൈനിൽ നോക്കുമ്പോൾ 1500 കാർഡ് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നല്ലോണം കുറയും. ആൻഡ് പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ഡിയോർ സവാജ് EDTൻ്റെ ഏറ്റവും കൂടുതൽ റെസംബ്ലൻസ് ഉള്ളൊരു ചീപ്പ് ഫ്രേഗ്രൻസാണ്. ഡിയോർ സവാജ് EDTൻ്റെ ഏറ്റവും കൂടുതൽ റെസംബ്ലൻസ് ഉള്ള ചീപ്പ് ഫ്രേഗ്രൻസ് ഞാൻ ഇൻസ്പയർഡ് വേർഷനൊക്കെ ഇഷ്ടംപോലെ ട്രൈ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ദൂരെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. കാരണം അതിനകത്ത് ആകുമ്പോൾ ഒരു ഉപയോഗിക്കുന്ന ഫിക്സറ്റേഴ്സ്, ആൽഡിഹൈഡ്സ് ഒക്കെ വേ ഓഫ് ദ ചാർട്ട്. ഒരു മാസം കഴിയുമ്പോൾ സ്മെല്ല് മാറും. പക്ഷേ ഇതിന് ആ ഒരു പ്രശ്നമില്ല. ദിസ് ഇസ് ആക്ച്വലി ഫോർ ദ പ്രൈസ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ പെർഫ്യൂമാണ്. ആൻഡ് പെർഫ്യൂമിന് മാത്രമല്ല, ഞാൻ നോട്ട്സിനെ കുറിച്ചൊക്കെ പറയുന്നത് സ്പ്രേയർ ഇസ് ആക്ച്വലി ക്വൈറ്റ് നൈസ്. ഓഹ് ഷിറ്റ്, ദാറ്റ് ഈസ് എ വൺ ഫാറ്റ് സ്പ്രേ. ഷിറ്റ്. എന്തായാലും ഗൈസ്, എക്സാക്ട് റെപ്ലിക്ക ഓഫ് ഡിയോർ എന്താ സവാജ് EDTൻ്റെ കണക്ക് തന്നെ എനിക്ക് പറയാനുള്ള ഓപ്പണിങ്. ഒരു പെപ്പറി സിട്രസി ബർഗമൗണ്ട് ഓപ്പണിങ്. എന്താ പറയുക, ആ സ്പൈസി പേപ്പറി സാധനം ഉണ്ട്. എന്നാൽ ഭയങ്കര ഒരു ബർഗമൗണ്ട് സിട്രസി, ഒരു നാരങ്ങയും നാരകത്തിൻ്റെയൊക്കെ ഒരു മണമുണ്ട്. ഇച്ചിരി കഴിയുമ്പോൾ നമ്മൾ മിഡ് നോട്ട്സിലോട്ട് വരുമ്പോൾ വാട്ട് യു ഫീൽ ഇസ് ആക്ച്വലി ഒരു ഫ്ലോറിഷ് ആ ഒരു ടോണിലേക്ക് മാറും. ഫ്ലവറിഷ് ടോണിലേക്ക് മാറും. എക്സാക്ട്ലി ലൈക്ക് ഡിയോർ സവാജ് EDT. നമുക്ക് എന്താ പറയുക, ലാവൻഡർ കിട്ടും, ജെറേനിയം, എവിടെയൊക്കെ രാമച്ചം, വെറ്റിവറിൻ്റെ ഒക്കെ ഒരു റിസംബിളൻസ് എവിടേക്കൊക്കെ ഉണ്ട്. ആൻഡ് ഇതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്, അല്ലാതെ ഇപ്പോൾ ടോപ്പ് നോട്ട് തന്നെ. എന്നാലും ഒരു മസിൽ മെമ്മറിയിൽ പറയാം. ബേസിലോട്ട് വരുമ്പം എക്സാക്ട്ലി ലൈക്ക് ഡിയോർ സവാജ് EDTൻ്റെ നമുക്ക് ഇച്ചിരി ആംബറി, വുഡിഷ്, സീഡർ വുഡ്, അങ്ങനത്തെ വുഡിഷ് നോട്ടിലോട്ടൊക്കെ വരും. എന്തായാലും എനിക്ക് പറയാനുള്ളത്, ടു ദി ബേസ് വരുമ്പം നിങ്ങൾ ഒരു 4-5 മണിക്കൂറൊക്കെ വരുമ്പോൾ ഒരു പൗഡറി കൈൻഡ് ഓഫ് ടച്ചും കൂടി ഇതിന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും ദിസ് ഇസ് എ വെരി കോമൺ, അതേസമയം ദിസ് ഇസ് എ വെരി അട്രാക്റ്റീവ്, ദിസ് ഇസ് എ വെരി സിമ്പിൾ ടു യൂസ് ഫ്രേഗ്രൻസ്. നമ്മുടെ നാട്ടിലെ വെതറിനും ക്ലൈമറ്റിനും ഒക്കെ ഇത് ഭയങ്കര അപ്പീലിംഗ് ആയിട്ടുള്ള സാധനം. ആൻഡ് ഫോർ ദ പ്രൈസ്, എനിക്കിത് കിട്ടിയ പ്രൈസിനകത്ത് ചെയ്യാതിരിക്കാൻ ഫോർ 1000 rupees 100 ml ഐ ആം പ്രിറ്റി മച്ച്. 100 ആണോ 50 ആണോ എന്ന് ഡൗട്ട് ഉണ്ട് കേട്ടോ. 50 ml കേട്ടോ, ഐ എം വെരി സോറി. എന്തുകൊണ്ടും 50 ml ഫോർ ദിസ് പ്രൈസ് നിങ്ങൾക്ക് നല്ലൊരു സവാജ് EDTൻ്റെ റെപ്ലിക്ക കിട്ടുന്നത്. ഐ ആം വെരി ഹാപ്പി വിത്ത് ദാറ്റ്. ക്വാളിറ്റി റെപ്ലിക്ക എന്ന് പറയുമ്പം സി ഗൈസ്, ഞാൻ ലോക്കൽ ഇതിനെക്കുറിച്ച് എപ്പോഴും പുകഴ്ത്താറില്ല. പക്ഷേ ഇതിനെക്കുറിച്ച് പറയും. ഇതിനകത്ത് ഞാൻ ഇച്ചിരിയോട് പഠിച്ചു നോക്കുമ്പം ഇറ്റ് ഹാസ് ദുബായിലും അങ്ങനത്തെ രാജ്യങ്ങൾക്കും ഉള്ള റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് എൽട്ടൺ എന്തോ പറയുന്ന ഒരു പെർഫ്യൂമറാണ് ഇതിനകത്ത് മാസ്റ്റർ പെർഫ്യൂമർ എന്ന് പറയുന്നത് സംഭവം. പുള്ളിക്കാരൊന്നും സവാജ് EDTനെ കോപ്പി അടിച്ച് റെപ്ലിക്ക ചെയ്ത്. എന്തായാലും ടു ദ പോയിന്റ് എനിക്ക് പറയാനുള്ള ഗൈസ്, നിങ്ങൾക്കൊരു ചീപ്പി ഫ്രഷ് നമ്മുടെ നാട്ടിന് പറ്റിയ ഒരു ക്ലീൻ മിനിമൽ ഫ്രേഗ്രൻസ് വേണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ വിത്ത് ദിസ് ഇസ് എ നോ ബ്രെയിനർ എന്ന് എനിക്ക് പറയാൻ പറ്റും. ബാക്കിയുള്ള 90% എന്ന് ഞാൻ പറയത്തില്ല. ഇതിൻ്റെ 50 ml നിങ്ങൾ 1000 രൂപയ്ക്ക് മേടിച്ച് വെക്കും. എന്താ 3 മന്തി കഴിക്കണ പൈസയേ ഉള്ളൂ. ജസ്റ്റ് ട്രൈ ഇറ്റ് ഔട്ട്. ഐ എം ഷുവർ യു വിൽ ഗെറ്റ് കോംപ്ലിമെന്റ്സ്.
നല്ലോണം പ്രൊജക്ഷൻ ലോഞ്ചിവിറ്റിനെ കുറിച്ച് പറഞ്ഞാൽ ആക്ച്വലി നല്ലോണം നല്ല പ്രൊജക്ഷൻ ഉണ്ട് ഇതിന്. നിങ്ങളൊരു 1 to 4 5 സ്പ്രേസിനകത്തൊക്കെ പോയാൽ ഓഫ്കോഴ്സ് 2 to 3 സ്റ്റെപ്സ് നിങ്ങൾക്ക് പ്രൊജക്ഷൻ നല്ലോണം കിട്ടുന്നുണ്ട്. പൾസ് പോയിന്റ്സിലൊക്കെ അടിച്ച് നിൽക്കും. അഗൈൻ പൾസ് പോയിന്റ്സിൽ അടിക്കുമ്പം സ്വെറ്റ് കാരണം ഇതിനകത്ത് എന്താ പറയുക, മണം ഇച്ചിരി പൗഡർ ഷാവാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നി. പിന്നെ വേറൊരു സാധനം കൂടെ പറഞ്ഞാൽ ഹൗ ലോങ് ഡസ് ഇറ്റ് ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗൈസ് പ്യുവർലി പറയുകയാണെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ഒരുപാട് ലാസ്റ്റ് ചെയ്തില്ല. തുണിയിലടിച്ചാൽ 1 ഡേക്കും ഇല്ലെങ്കിൽ ഒരു 7 to 8 hours ഒക്കെ വയ്ക്കും. ആൻഡ് ദാറ്റ് ഇസ് ഇറ്റ് ഗൈസ്. ദിസ് ഇസ് എ നോ ബ്രെയിനർ. വെട്ടത്തോട്ട് വെച്ച് കാണിച്ച് വീഡിയോ അവസാനിപ്പിക്കാനുള്ള പരിപാടിയാണ്. ദിസ് ഇസ് എ നോ ബ്രെയിനർ. ഫോക്കസ് ചെയ്യും. ഇതാണ് പെർഫ്യൂമേഴ്സ് ചോയ്സ് ലിയോ ആൻഡ് ഐ റിയലി ലൈക്ക് ദിസ് പെർഫ്യൂം. ഞാൻ എൻ്റെ പെട്ടിയൊക്കെ വാങ്ങിച്ച കടയിൽ തന്നെ കളഞ്ഞു, കാരണം ഇത് പോക്കറ്റ് വെച്ചുകൊണ്ട് വീട്ടിൽ വരാനായിരുന്നു പ്ലാൻ. ഞാൻ ഇത് ട്രിവാൻഡ്രത്ത് നല്ല മേടിച്ചു വെച്ചിട്ട് ദൂരെ നിന്നാണ്. That is it guys. Sri here. Talk to you guys later. Love you.